ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله سبحانك لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا إنك أنت العليم الحكيم أعوذ بالله من الشيطان الرجيم بفضل بسم الله الرحمن الرحيم ومن الناس من يشري نفسه ابتغاء مرضات الله والله رؤوف بالعباد صدق الله مولانا العظيم قال النبي صلى الله عليه وسلم إنكم سترون ربكم كما ترون القمر ليلة البدر قال نبينا وحبيبنا رسول الله صلى الله عليه وسلم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم وعلم أمة محمد صلى الله عليه وسلم ഖബറിൻ്റെ ആഴം സോദരാ നീ നോക്ക് അതിലേക്കു നിന്നെ മെല്ലയിറക്കലും ഒന്നോർക്ക് ഇതുപോലെ ജീവിത കാലമിൽ ഒരു കുണ്ട് കുടുസായതും കണ്ടിട്ടുമുണ്ടോ പണ്ട് പെരിങ്കല്ല് മുകളിൽ വെച്ച് മിൻഹാ തൊട്ട് ഓതിയിട്ടു മണ്ണും ഇട്ട് സ്ഥലവും വിട്ട് വേദിയിൽ ഉപവശരായ ബഹുദരായ പണ്ഡിത മഹത്തുക്കളെ, മറ്റു ജമാഅത്തിൻ്റെ പരിപാലകരെ, വിശിഷ്ട അതിഥികളെ, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, സഹോദരങ്ങളെ, ഉമ്മപങ്ങന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെ അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. നമ്മൾ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, നാം സ്നേഹിച്ചവർ, നമ്മെ സ്നേഹിച്ചവർ, നമ്മളെ സഹായിച്ചവർ, വിശിഷ്യ നമ്മുടെ ഉസ്താദന്മാർ, അള്ളാഹു എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സർവ്വ അപരാധങ്ങളും അള്ളാഹു അവൻ്റെ കരുണ കൊണ്ട്, അവൻ്റെ ഔദാര്യം കൊണ്ട്, ഈ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട്, ഈ മാസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു പുറത്തു മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ.
എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അൽഹംദുലില്ലാഹ് മുഹീദ്ദീൻ ജുമാ മസ്ജിദിൻ്റെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കപ്പെട്ട ഒരു പ്രഭാഷണ മജ്ലിസിലാണ് ഞാനും നിങ്ങളും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനുവേണ്ടി പരിശ്രമിച്ചവർ, ഓടി നടന്നവർ, സഹായിച്ചവർ, നല്ല വാക്കു പറഞ്ഞവർ, ഒരു പുഞ്ചിരി കൊണ്ടെങ്കിലും ഈ സംഘാടകരുടെ കൂടെ നിന്ന് എല്ലാവർക്കും അല്ലാഹു ഒരു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, കൂടുതൽ ആമുഖങ്ങൾക്കോ വിശദീകരണങ്ങൾക്കോ ഒന്നും ഞാൻ കടക്കുന്നില്ല. കാരണം സമയം ഏകദേശം 9:50 10 മണിയാകാറായി. അതിലുപരിയായി മഴയൊക്കെ പെയ്ത് നല്ല ഉറങ്ങാൻ പറ്റിയ ഒരു തണുത്ത കാലാവസ്ഥ, അൽഹംദുലില്ലാഹ്. അപ്പം അങ്ങനെ ഒരു കാലാവസ്ഥയിലാണ് ഞാനും നിങ്ങളും. അപ്പോൾ അതുകൊണ്ട് സമയം വിലപ്പെട്ടതാണ്. കഴിഞ്ഞു പോകുന്ന ഓരോ സെക്കൻഡിനും വല്ലാത്ത വിലയുള്ളത് കൊണ്ട് ജീവിതത്തിൽ ഈ പോകുന്ന സമയം ഒന്നും നമുക്ക് തിരിച്ചു കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് കൂടുതൽ ഇപ്പോൾ ഏകദേശം 10 മണിയായി, നമുക്കൊരു 11:30 മുമ്പായിട്ട് തന്നെ പിരിയണം. അതിലുപരിയായിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഈ വയലിന് വരേണ്ട ആളല്ല. ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ 2 മക്കളും ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ഞാനും എൻ്റെ കുടുംബവും ഉംറയ്ക്കൊക്കെ പോയിട്ട് വന്നതിന് ശേഷം എല്ലാവർക്കും പനി പിടിച്ചു. പക്ഷേ എൻ്റെ ഇളയ മോൻ ഇതുവരെ പനി മാറിയിട്ടില്ല. അവനിങ്ങനെ വന്നും പോയി ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ചിലപ്പോൾ ഇന്ന് രാത്രി ഡിസ്ചാർജ് ആകാൻ സാധ്യതയുണ്ട്. 48 മണിക്കൂർ പനി ഇല്ലെങ്കിൽ മാത്രമേ വിടുള്ളൂ എന്ന് ഡോക്ടർ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അപ്പോൾ എനിക്ക് വിളിച്ചു പറയണമെന്നുണ്ട്. പക്ഷേ ലത്തീഫ്ക്കായോടൊക്കെ എന്ത് പറയുന്ന അറിയില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു, രോഗം പിടിച്ചിരിക്കുന്ന മകൻ്റെ അടുത്തിരുന്നുകൊണ്ട് ഇങ്ങനെ ചുമ്മാ ഇരുന്ന അവൻ തിന്നേണ്ട വേദന അവൻ തന്നെ തിന്നണമല്ലോ, ഞാൻ ചുമ്മാ അടുത്തിരിക്കാനല്ലേ പറ്റും. അപ്പോൾ ആലോചിച്ചു, അൽഹംദുലില്ലാഹ് വഅദിന്റെ സദസ്സിൽ അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ടാകുമല്ലോ. ഉസ്താദന്മാര്, സയ്യിദന്മാര്, ഹജ്ജ് ചെയ്തവര്, ഉംറ ചെയ്തവര്, ഖുർആൻ പഠിച്ചവര്, നിസ്കരിക്കുന്നവര്, നോമ്പ് പിടിക്കുന്നവരും ഒരുപാട് നല്ല പേരുണ്ടല്ലോ. ആരുടെയെങ്കിലും ഒരു ആമീൻ മതിയല്ലോ ആ കുഞ്ഞിൻ്റെ രോഗം മാറാൻ. അതിനേക്കാളും വലുതൊന്നും കൊടുക്കാനില്ലല്ലോ. അപ്പം ഞാൻ എൻ്റെ മക്കൾ ആശുപത്രി കിടക്കുമ്പോഴും ഈ വയലിന് വന്നത് ഇന്നത്തെ ദുആ പ്രതീക്ഷിച്ചാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെ പൊന്നു മക്കളുടെ രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാവരുടെ രോഗങ്ങളും അല്ലാഹുവെ അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. എത്രയോ പേര് രോഗം പിടിച്ചു വല്ലാത്ത പ്രയാസത്തിൽ കിടക്കുന്നുണ്ട്. ഈ സദസ്സിൻ്റെ ബറക്കത്ത് കൊണ്ട് നീ ശിഫയാക്കി കൊടുക്കണേ റഹ്മാൻ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇവരാരും പിരിവിൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ല. ഇത്ര നേരമായി 6 മണിക്കെങ്ങാണ്ട് ഞാൻ വന്നത്, 5:30 വന്ന്, ഇതുവരെ പിരിവിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അൽഹംദുലില്ലാഹ് പിന്നെ പിരിവിൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ നാട്ടിലെ സമ്പന്നന്മാരൊക്കെ വിചാരിച്ചാൽ തന്നെ അൽഹംദുലില്ലാഹ് കാര്യങ്ങളൊക്കെ നല്ല നിലയിൽ നടക്കും. അങ്ങനെ മനസ്സ് വെച്ചുകൊണ്ടാണല്ലോ അൽഹംദുലില്ലാഹ് ഞാൻ ഈ പള്ളി കാണാൻ നേരത്തെ ഒരു പ്രാവശ്യം ഇങ്ങനെ ലത്തീഫ്ച്ചാടെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ ഈ പള്ളി വന്ന് കണ്ടു. അൽഹംദുലില്ലാഹ് ഒരു ചെറിയ പള്ളി മനോഹരമായി ഇത്രയൊക്കെ ആയില്ലേ. അപ്പോൾ അൽഹംദുലില്ലാഹ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഈ വേദി സ്റ്റേജിലൊക്കെ ഇരിക്കുന്നവരൊക്കെ വിചാരിച്ചാൽ, ഈ നാട്ടിൽ അള്ളാഹു ഇഷ്ടപ്പെട്ടവർ വിചാരിച്ചാൽ ഹാജിയാരെ പോലൊക്കെ സുഖമില്ലെങ്കിലും അൽഹംദുലില്ലാഹ് വിളിച്ചേറലാണെങ്കിലും ശരീരത്തിന് രോഗമുണ്ട്, പക്ഷെ മനസ്സിന് രോഗമില്ല. അതൊരു വലിയ കാര്യം. ശരീരത്തിന് രോഗം വന്നാലും മനസ്സിന് രോഗം വരരുത്. മനസ്സിന് രോഗം വരാതിരുന്നാൽ ഏത് രോഗത്തെയും നമുക്ക് പ്രതിരോധിക്കാൻ കഴിയും. അപ്പം ഇങ്ങനെ ഒരു സാഹചര്യത്തിലും അവരൊക്കെ ഈ സദസ്സിലേക്ക് കടന്നു വന്നത് അൽഹംദുലില്ലാഹ് ദീനീപരമായിട്ടുള്ള ചിന്തയും ചുറ്റുപാടും അതിൻ്റെ മഹത്വമൊക്കെ അറിയുന്നത് കൊണ്ടാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സദസ്സ് അല്ലാഹു പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു അവന് ഇഷ്ടപ്പെട്ട ഒരു സദസ്സിൽ ഈ സദസ്സ് അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സമയമില്ല. കുക്കലിദാരിമിയുടെ ഒക്കെ ആക്സിഡന്റ് പറ്റി ആശുപത്രി കിടന്നപ്പോൾ ഞാൻ കാണാൻ പോയതാണ്. അന്ന് അൽഹംദുലില്ലാഹ് നല്ല ആരോഗ്യം മറ്റുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ബഹുമാനായ ജബ്ബാർ ഉസ്താദിൻ്റെ മകൻ നടന്നു വരുമ്പോൾ വാപ്പാടെ അതേ നടത്തം തന്നെ. അത് വലിയ സന്തോഷം അൽഹംദുലില്ലാഹ്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയെ കണ്ടപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, എത്രേ ഫാത്തിമ, നിന്റെ കണ്ണ് നിന്റെ വാപ്പാടെ കണ്ണു പോലെ, നിന്റെ കവിള് നിന്റെ വാപ്പയുടെ കവിള് പോലെ, നിന്റെ നടത്തം നിന്റെ ഉപ്പയുടെ നടത്തം പോരാന്ന് പറഞ്ഞ പോലെ. അങ്ങനെ ഉപമിച്ചതല്ല എങ്കിലും ജബ്ബാർ ഉസ്താദ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ഖബറിടം അല്ലാഹു സ്വർഗ്ഗമാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു അവിടുത്തെ ഖബറിനെ സ്വർഗ്ഗമാക്കി കൊടുക്കുമാറാകട്ടെ. മനുഷ്യ ജീവിച്ച അതുപോലെയൊക്കെ ജീവിക്കണം. ഞാൻ ഉസ്താദിൻ്റെ ഖബറിൻ്റെ അടുക്കൽ അന്ന് പള്ളിയിൽ പോയപ്പോൾ 2 മുത്തഅല്ലിമീങ്ങൾ ഇശാ നിസ്കാരം എല്ലാവരും കഴിഞ്ഞ് ഉറങ്ങേണ്ട സമയമായി. 2 മുത്തഅല്ലിമീങ്ങളായ മക്കൾ തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിൻ്റെ ഖബറിൻ്റെ ചാരത്ത് നിന്ന് ഖുർആൻ
ഓതുന്നത് കണ്ടപ്പോൾ കൊതി തോന്നിപ്പോയി. കാരണം അവരുടെ വാപ്പയല്ല കിടക്കണേ, ആ മുത്തല്ലിങ്ങളുടെ വാപ്പയല്ല കിടക്കുന്നേ, അവരുടെ വാപ്പയേക്കാൾ ഒരു ഗുരുനാഥൻ, അത് വല്ലാത്ത മഹത്വമുള്ളതാ. അപ്പൊ അൽഹംദുലില്ലാ ഉസ്താദിന്റെ മകനൊക്കെ ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വാപ്പയുടെ പാത തന്നെ പിൻപറ്റാൻ അല്ലാഹു അദ്ദേഹത്തിന് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മാസം 21-ാം തീയതി ഇൻഷാ അല്ലാഹ് മിത്തബയിലാണ് പരിപാടി. അന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാലോ, അന്ന് ബറാഅത്ത് നോമ്പ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ബറാഅത്ത് നോമ്പുണ്ടോ ഇല്ലേ എന്ന് തെളിവൊന്നും ചോദിക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂലല്ലോ. നമ്മളൊക്കെ സുന്നികളല്ലേ, നമ്മളൊക്കെ സമസ്തയുടെ ആൾക്കാരല്ലേ. നമുക്ക് ബറാഅത്ത് നോമ്പിന് തെളിവ് ചോദിക്കാനൊന്നും പോണ്ട. നിന്റെ വാപ്പ പിടിച്ചിട്ടുണ്ട്, അത് തന്നെ തെളിവ്, വേറെ തെളിവൊന്നും വേണ്ട. നമ്മുടെ വാപ്പായും ഉമ്മായും ബറാഅത്തിന്റെ നോമ്പ് പിടിച്ചിട്ടുണ്ട്, റജബ് 27-ന്റെ നോമ്പ് പിടിച്ചിട്ടുണ്ട്, അത് മതി, അതന്നെ തെളിവ്. അപ്പോൾ അൽഹംദുലില്ലാ 21-ാം തീയതി നോമ്പ് പിടിച്ചിട്ട് അന്ന് രാത്രി ഇൻഷാ അല്ലാഹ് നമുക്ക് ജബ്ബാർ ഉസ്താദിന്റെ ആ പുണ്യമായി ശരീരം കിടക്കുന്ന അള്ളാഹുവെ അവിടെ നമുക്ക് ഒരുമിച്ച് കൂടണം, അവിടെ നിന്ന് നമുക്ക് ദുആ ചെയ്യണം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരും ഒരു 11:30 വരെ ഇരിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഒരുപാട് നിങ്ങളെ ഇരുത്തി ബുദ്ധിമുട്ടിക്കാനും ഞാനില്ല. ഇൻഷാ അല്ലാഹ് ഇരിക്കൂലേ? ഇൻഷാ അല്ലാഹ് അതിൽ മുമ്പായിട്ട് ഈ നിക്കണ ചങ്ങാതിമാരെല്ലാവരും ഇരിക്കുക. എല്ലാവരും ഇരുന്നു. എൻ്റെ ചുമലി 2 മലക്കുണ്ട്, അവർ നോക്കിക്കോളും, നിങ്ങൾ ഇരിക്കുക. ഈ നിൽക്കണ ചങ്ങാതിമാരെല്ലാവരും ഇരിക്കുക, ആരും നിൽക്കരുത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇരുന്നോളി, എല്ലാവരും ഇരിക്കുക. ഈ ഇരിക്കുന്നതിനേക്കാളും ആള് പുറത്തു നിൽപ്പുണ്ട്. അപ്പോൾ ഈ ഇരിക്കുന്നതിനേക്കാളും ആള് റോഡ് വരെ ഇങ്ങനെ നിരന്ന് നിൽക്കുക. ഈ ചങ്ങാതിമാർക്കൊക്കെ സ്വർഗത്തിൽ കയറിയിരിക്കുക ആഗ്രഹമില്ലല്ലോ എന്നാണ് ഞാൻ ചിന്തിക്കണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ ഇരിക്കാൻ അവസരം കൊടുക്കുമ്പോൾ എന്തിനാ ചങ്ങായിമാരെ പുറത്തേക്കണേ? ആ 5 മിനിറ്റ് സ്വർഗത്തിൽ കയറിയിരിക്കും, അതിനേക്കാളും വലുതൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇരിക്കുക ചങ്ങായി. അക്ക നിങ്ങൾ പ്രായമുള്ള ആളല്ലേ, നിങ്ങൾ ഇരിക്കുക, എല്ലാവരും ഇരിക്കുക. ചങ്ങ മൈക്ക് സെറ്റ്, ഈ ക്യാമറമാൻ ഇരിക്കാൻ കസേര ഒന്നിട്ട് റെഡി അനിയ ഒരു കസേര എടുത്ത ചങ്ങാതി കിട്ടുകൊടുത്ത്, ഒരു സംഘാടകൻ ഓനെ നിൽക്കണ്ട, ഒരു കസേര എടുത്തിട്ട് കൊടുത്താൽ മതി ഷാദാ ചങ്ങാതിക്ക്. അപ്പോൾ എല്ലാവരും ഇരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് നിന്ന് ബുദ്ധിമുട്ടുന്നവരെ തൊട്ട് അല്ലാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നിവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ പറഞ്ഞു തരാൻ എൻ്റെ കയ്യിൽ എന്തേ ഉള്ളത്? ഇന്ന് വയല് കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്ന് എഴുന്നേറ്റ്, ഒന്ന് കാണട്ടെ എല്ലാവരും ഉണ്ടോ എന്ന്. എഴുന്നേറ്റ്. അൽഹംദുലില്ലാ എല്ലാവരും അകന്നകന്നിരിക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമ്മളെയൊക്കെ ഫരീഖും ഫിൽ ജന്നയിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു 3 സ്വലാത്ത് നമുക്കതാണല്ലോ ആകെയുള്ള ബറക്കത്തതാ. മഴ പെയ്തു 7 മണി വരെ സംഘാടകർക്ക് ഒരു ബേജാറ്. ഞാൻ പറഞ്ഞു നല്ല മഴ പെയ്യട്ടെ, 7 മണി വരെ പെയ്താൽ മതി. അപ്പോൾ അൽഹംദുലില്ലാ അല്ലാഹു ആ അനുഗ്രഹമായ മഴ പോലും നിർത്തി തന്നത് ഈ പുണ്യമായ സദസ്സിൻ്റെ വിജയത്തിന് വേണ്ടിയാണ്. ഒരുപാട് പാപങ്ങൾ അൽഹംദുലില്ലാ പാപങ്ങളെ സ്വാന്തന പ്രവർത്തനങ്ങൾ, കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒരു ബറക്കത്തിന് നമ്മുടെ മുത്തുനബിക്ക് ഒരു 3 സ്വലാത്ത്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും ഐശ്വര്യവും സന്തോഷവും സമാധാനവും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സ്വലാത്ത് പറഞ്ഞ നമ്മളെ എല്ലാവരെയും ഒരിക്കൽ മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളാ ശരീഫിന്റെ മുറ്റത്ത് ചെന്ന് നിന്നിട്ട് ഒരു സലാം പറയാനുള്ള ഭാഗ്യം കൂടെ അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ഇരിക്കൂലേ അവസാനം വരെ? ഒന്ന് നിയ്യത്ത് ചെയ്തേ, ഒന്ന് കൈവക്കിക്കേ ഇരിക്കാന്നുള്ളത്. അൽഹംദുലില്ലാ അല്ലാഹു നമ്മുടെയൊക്കെ ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്ത്, അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്ത്. ആ സൂറത്ത് ഓതിയാ കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ?
അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്ത് ആരെങ്കിലും മനസ്സറിഞ്ഞുകൊണ്ട് ഓതിയാൽ അള്ളാഹു അവന് കൊടുക്കുന്ന പ്രതിഫലം 50 വർഷം ചെയ്ത പാവങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എത്ര വർഷം ചെയ്ത പാപം? ഒന്ന് പറഞ്ഞേ, എത്ര വർഷം ചെയ്ത പാപം? പറയിപ്പ, എത്ര വർഷം? 50 വർഷം. 50 മുകളിലോട്ട് പ്രായമുള്ളവരൊന്ന് കൈവയ്ക്കുക. 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ കുറച്ചേ ഉള്ളൂ കേട്ടാ. അപ്പൊ കുറച്ചേ ഉള്ളൂ. അപ്പൊ അതിന് താഴെയുള്ളവരാണ് അധികം പേര്. അപ്പൊ അൽഹംദുലില്ലാ 50 വർഷം ചെയ്ത പാപം ഇന്ന് ഈ മണ്ണിൽ കഴുകി കളഞ്ഞിട്ട് വേണം നമുക്ക് പിരിയാൻ. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ അള്ളാഹുവിനെ കുറിച്ച് ഇങ്ങനെ പരിചയപ്പെടുത്തി. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗം, ആ സ്വർഗത്തിനെ കുറിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുമ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു അനുചരന് സ്വർഗത്തിന്റെ അനുഗ്രഹവും സ്വർഗത്തിലെ കൊട്ടാരങ്ങളും സ്വർഗത്തിലെ അരുവികളും സ്വർഗത്തിലെ പഴങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് സ്വർഗത്തെ ഒരുക്കി വെച്ചിരിക്കുന്ന ആ മഹത്തായ പ്രതിഫലത്തെ കുറിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു അനുചരൻ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, നബിയെ, ഈ സ്വർഗത്തിലെ ഏറ്റവും വലിയ മഹത്വം എന്താ? ഏറ്റവും വലിയ പ്രതിഫലം എന്താ? സ്വർഗവാസിയായ ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്താണ്? പ്രതിഫലം എന്താണ്? അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുമ്പോൾ പ്രവാചകൻ ആ സ്വഹാബിയോട് പറഞ്ഞു കൊടുത്തു, നീ ചോദിച്ച ചോദ്യം വല്ലാത്ത ഒരു ചോദ്യമാണ്. അള്ളാഹുവിന്റെ സ്വർഗത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണ്? അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്താണ്? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബിയോട് പറഞ്ഞു കൊടുക്കുന്നു, പടച്ച റബ്ബിന്റെ സ്വർഗത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്തെന്നറിയുമോ? എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, അതാ ഖബറിന്റെ അകത്ത് നിന്ന് ജനങ്ങൾ മുഴുവനും ഇസ്റാഫീൽ എന്ന മലക്ക് സൂറെന്ന കാഹളത്തിൽ ഊതി കഴിയുമ്പോൾ എല്ലാവരും പടച്ചവനെ ചെറുതാ ഉറക്കത്തിൽ നിന്ന് ആരോ വിളിച്ചുണർത്തിയതുപോലെ പടച്ചവനെ ചിലരൊക്കെ അതാ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റതുപോലെ ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേക്കുകയാണ്. മറ്റു ചിലരതാ പീഡിച്ച് വിറച്ചുകൊണ്ട് ഖബറിന്റെ അകത്ത് നിന്ന് ഉയരുകയാണ്. ആ സമയം അല്ലാഹുവേ, എല്ലാവരും നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് അല്ലാഹുവിന്റെ കോടതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നിന്ന് പറയുകയാണ്, പ്രവാചകൻ പറയുന്ന സ്വർഗത്തിന്റെ അവകാശികൾ സ്വർഗത്തിലേക്ക്, നരകത്തിന്റെ അവകാശികൾ നരകത്തിലേക്ക്. അങ്ങനെ എല്ലാവരും പടച്ചവനെ നരകത്തിന്റെ അവകാശികൾ മുഴുവനും മലക്കുകളെ കെട്ടിവലിച്ചുകൊണ്ട് അല്ലാഹുവേ അതാ നരകത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. സ്വർഗവാസികൾ മുഴുവനും സ്വർഗത്തിലേക്ക് കടന്നു ചെന്ന് കഴിഞ്ഞു. യഥാ റിദ്വാൻ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, സ്വർഗത്തിന്റെ കവാടമങ്ങ് പൂട്ടുകയാണ്. കാരണം സ്വർഗത്തിൽ കയറേണ്ടവർ മുഴുവനും കയറിക്കഴിഞ്ഞു. എല്ലാവരും സ്വർഗത്തിലേക്ക് കടന്നു കഴിയുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകനതാ പറയുകയാണ്, സ്വർഗത്തിന്റെ കവാടമങ്ങ് അടയ്ക്കുകയാണ്. ഇതാ ദഖല അഖിലൽ ജന്ന, എല്ലാവരും സ്വർഗത്തിന്റെ അകത്തേക്ക് കടന്നു കഴിയുമ്പോൾ പടച്ച റബ്ബിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിലൂടെ എല്ലാവരും ഇങ്ങനെ നടക്കുകയാണ്. പടച്ച റബ്ബിന്റെ സ്വർഗമാണല്ലോ, ആ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് നടുവിലൂടെ ഞാനും നിങ്ങളും ഇങ്ങനെ നടക്കുമ്പോൾ പടച്ചവനെ അവിടെ ചോദിക്കാനും പറയാനും ആരുമില്ല, ഒരതിരുമില്ല. എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ, എന്ത് വേണമെങ്കിലും കുടിക്കാമല്ലോ, എന്ത് വേണമെങ്കിലും ഭക്ഷിക്കാമല്ലോ. അവിടെ നിസ്കരിക്കണ്ട, നോമ്പ് പിടിക്കണ്ട, ഖുർആൻ ഓതണ്ട, വഅദ് പറയണ്ട, വഅദ് കേൾക്കണ്ട, സദഖ കൊടുക്കണ്ട, ഒന്നും ചെയ്യണ്ട. ഇഷ്ടമുള്ളത് തിന്നു കുടിച്ചു ആസ്വദിച്ചുകൊണ്ട് എല്ലാവരും സ്വർഗത്തിലൂടെ നടന്നു പോകുമ്പോൾ അല്ലാഹുവേ അതാ ഒരു മലക്ക് വിളിച്ചു ചോദിക്കുകയാണ്, അതുരീദൂന ശൈആ,
സ്വർഗവാസിയോട് വിളിച്ചു ചോദിക്കുകയാ, ഇനി നിനക്ക് എന്താണ് വേണ്ടത്? ഇനി എന്തെങ്കിലും ആഗ്രഹം നിനക്കുണ്ടോ? ഇനി എന്തെങ്കിലും മോഹം നിനക്കുണ്ടോ? ഇനി എന്തെങ്കിലും നിനക്ക് ആവശ്യമുണ്ടോ? അല്ലാഹുവിന്റെ സ്വർഗത്ത് നിന്നതാ ഒരു മലക്കിങ്ങനെ പടച്ചറപ്പിന്റെ ഭാഗത്ത് നിന്ന് അവിടെ നിന്ന് വിളിച്ചു ചോദിക്കുമ്പോ ജനങ്ങൾ അല്ലാഹുവിനോട് പറയുന്നു അൽഹംദുലില്ലാഹ്. അതാ സ്വർഗത്തിൽ നിന്നുകൊണ്ട് അൽഹംദുലില്ലാഹ് പറയുകയാ. എന്തിനാ നബിയേ, എന്തിനാ നബിയേ? സ്വർഗവാസികൾ അല്ലാഹുവിനോട് പറയുന്നു, പടച്ചവനേ, അല്ലാഹുവേ, നരകത്തിൽ കിടന്ന് കരിയേണ്ടവനാ ഞാൻ, നരകത്തിന്റെ തീക്കകത്ത് കിടന്ന് കരിയേണ്ടവനാണ്. ആ പാവിയായി എനിക്ക് നിന്റെ കരുണ കൊണ്ട് നീ സ്വർഗം തന്നല്ലോ അല്ലാ. അലം തുബയ്യള ഉജൂഹനാ, എല്ലാവരും പേടിച്ച് വിറച്ചു നിന്ന ദിവസം നീ എന്റെ മുഖത്ത് പുഞ്ചിരി നൽകിയല്ലോ അല്ലാ. പടച്ചവനേ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ട് ഈ സ്വർഗത്തിന്റെ അകത്ത് കാലുകുത്താൻ എനിക്ക് നീ അവസരം നൽകിയല്ലോ റബ്ബേ. അതുകൊണ്ട് അൽഹംദുലില്ലാഹ്. പിന്നീട് അവിടെ നിന്ന് ചോദിക്കുകയാ, മോനെ, നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? നിനക്ക് വല്ല ആഗ്രഹവുമുണ്ടോ? നീ സ്വർഗത്തിലാണ് താമസിക്കുന്നത്, നീ സ്വർഗത്തിലൂടെയാണ് നടക്കുന്നത്. ഇന്നത്തെ ദിവസം എന്ത് ചോദിച്ചാലും നിനക്ക് അല്ലാഹു തരും. അതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കുമ്പോ ലോകത്തിന്റെ നേതാവ് അവിടെ നിന്ന് പറയുന്നു, സ്വഹാബാ, സ്വർഗവാസികൾ അല്ലാഹുവിനോട് പറയുകയാ, പടച്ചവനെ, ഒരാഗ്രഹമുണ്ട് റബ്ബേ. എന്താണ് എന്റെ ആഗ്രഹമെന്നറിയുമോ? എന്താണ് ഞങ്ങളുടെ ആഗ്രഹമെന്നറിയുമോ? അല്ലാഹുവിനോട് ഞാനും നിങ്ങളും സ്വർഗത്തിൽ നിന്നുകൊണ്ട് അല്ലാഹുവോട് പറയുന്നു, പടച്ച റബ്ബേ, എന്റെ കണ്ണുകൊണ്ട് എനിക്ക് ജന്മം തന്ന വാപ്പയെ കണ്ടു, എന്നെ നൊന്തു പ്രസവിച്ച ഉമ്മാനെ കണ്ടു, അല്ലാഹുവേ, എന്റെ കൂടപ്പിറപ്പുകളെ കണ്ടു, എന്റെ ഭാര്യയെ കണ്ടു, എന്റെ മക്കളെ കണ്ടു, ഈ ദുനിയാവിന്റെ ആഡംബരം കണ്ടു, അസ്റായിലിനെ കണ്ടു, ഖബറ് കണ്ടു, ഖബറിന്റെ അകത്തെ മലക്കുകളെ കണ്ടു, പരലോകം കണ്ടു, സിറാത്ത് കണ്ടു, മീസാന് കണ്ടു, ഹൗദുൽ കൗസർ കണ്ടു, സ്വർഗം കണ്ടു, നരകം കണ്ടു. അല്ലാഹുവേ, ആദം നബി മുതൽ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള 1,24,000 പരം വരുന്ന പ്രവാചകന്മാർ എല്ലാവരെയും ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ട തമ്പുരാന്, എല്ലാവരെയും കണ്ടു പടച്ചവര്. പക്ഷേ നാഥാ, ദുനിയാവിൽ ജീവിക്കുമ്പോ അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഹയ്യ അലൽ സ്വലാ, ഹയ്യ അലൽ അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് 5 നേരം ബാങ്ക് വിളിക്കുന്ന ശബ്ദം കേട്ടപ്പോ എല്ലാ തിരക്കുകളും മാറ്റിവെച്ചിട്ട് അല്ലാഹുവേ പള്ളിക്കകത്തേക്ക് കടന്നു വന്നിട്ട് അല്ലാ നിന്റെ മുന്നിൽ സുജൂദ് ചെയ്തവനാണല്ലാ. ഇന്ന് വരെ നിന്നെ മാത്രം ഞാൻ കണ്ടിട്ടില്ല തമ്പുരാനേ. അല്ലാഹുവേ ഞങ്ങളാരും നിന്നെ ഇന്ന് വരെ കണ്ടിട്ടില്ല തമ്പുരാനേ. അതുകൊണ്ട് നാഥാ നിന്റെ ലിഖാ ഒന്ന് കാണാ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് റബ്ബേ. ജനങ്ങൾ നാളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിൽ വെച്ച് പറയുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, അതാ തലയുടെ മുകളിൽ ഒരു ശബ്ദം കേൾക്കുകയാണ്, തലയുടെ മുകളിൽ ഒരു ശബ്ദം കേൾക്കുകയാണ്. എല്ലാവരും തല ഇങ്ങനെ ഉയർത്തി നോക്കുമ്പോ അല്ലാഹുവേ ഫയർഫഉൽ ഹിജാബ്, അല്ലാഹു തന്റെ മറയെടുത്തെന്ന് മാറ്റുകയാണ്, പടച്ചറപ്പ് തന്റെ മറയെടുത്തെന്ന് മാറ്റുകയാ. ഫയൻദുറൂന ഇലാ വജ്ഹില്ലാഹ്,
എല്ലാവരും അല്ലാഹുവിനെ കാണുകയാ. ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ സർവാധിപരനായ റബ്ബുൽ ഇസ്സത്തായ പടച്ചവനുണ്ടല്ലോ. നമുക്ക് കയ്യും കണ്ണും കാലും കരളും പണവും ഭാര്യയും മക്കളും കൂടപ്പുറപ്പും വീടും കുടുംബവും എല്ലാം നമുക്ക് തന്ന നമ്മുടെ റബ്ബുണ്ടല്ലോ. ആ റബ്ബദാ തന്റെ മറയെടുത്തു മാറ്റുകയാ. ഫയൻദുറൂന ഇലാ വജ്ഹില്ലാ. എല്ലാവരും അല്ലാഹുവിനെ കാണുകയാ. അന്ന് സ്വർഗത്തിൽ വെച്ചിട്ട് എല്ലാവരും പടച്ച റബ്ബിനെ കാണുകയാ. എന്നിട്ടോ അല്ലാഹു നമ്മളോട് പറയുകയാണ്, അസ്സലാമു അലൈക്കും യാ അഹ്ലൽ ജന്ന. സ്വർഗവാസികളോട് അല്ലാഹു സലാം പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സ്വർഗത്തിൽ ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം അത് നമ്മളെ പടച്ച അല്ലാഹുവിനെ കാണലാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. സ്വർഗത്തിലൂടെ നടന്നു പോകുന്ന ഒരു മനുഷ്യനോട് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നൊരു മലക്ക് വിളിച്ചു ചോദിക്കണ്ട, അനിയ നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നീ ചോദിക്ക്, നീ സ്വർഗത്തിലാ നിക്കണേ, നീ സ്വർഗത്തിന്റെ അകത്താ താമസിക്കുന്നേ, നിനക്ക് എന്ത് വേണമെങ്കിലും ചോദിച്ചോ, അല്ല തരും. നിനക്ക് എന്തെങ്കിലും വേണോ? ആ സമയത്ത് സ്വർഗവാസിയായ ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് പറയത്രേ, പടച്ചവനെ, നരകത്തിന്റെ തീ കടന്ന് കരിയണ്ട എന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയിട്ട് ഇതിനകത്ത് കൊണ്ടുവിട്ടല്ലോ, അത് തന്നെ നല്ലത്, അൽഹംദുലില്ലാഹ്. അല്ലാഹ് എന്നെ പോലെ ഒരു വൃത്തികെട്ടവൻ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ കടന്ന് കരിയേണ്ടവനാ ഞാൻ. അല്ലാഹ് അങ്ങനെയുള്ള എനിക്ക് നീ സ്വർഗം തന്നല്ലോ, അത് തന്നെ മതി, അൽഹംദുലില്ലാഹ്. അല്ലാഹ് ചോദിച്ചു, പോരാ, നിനക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ പറമോനെ. ആ സമയത്ത് ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ സ്വർഗത്തിന്റെ അവകാശി അള്ളാഹിനോട് പറയാ, പടച്ചവനെ, എനിക്ക് ജന്മം നൽകിയ എൻ്റെ വാപ്പാനെ ഞാൻ കണ്ടു പടച്ചവനെ, എൻ്റെ ഉമ്മാനെ ഞാൻ കണ്ടു പടച്ചവനെ, എൻ്റെ സഹോദരങ്ങളെ സഹോദരിമാരെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു തമ്പുരാനെ, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, ഈ ദുനിയാവ്, ഈ സുഖം, ഈ ആഡംബരം, ഇതെല്ലാം ഞാൻ കണ്ടു. എൻ്റെ റൂഹ് പിടിക്കാൻ വരുന്ന മലക്കിനെയും ഞാൻ കണ്ടല്ല. എന്നെ കബറി കൊണ്ടുവച്ചപ്പോൾ അതിനകത്തുള്ള 2 മലക്കുകളെ ഞാൻ കണ്ടു. അവിടെ നിന്ന് എഴുന്നേറ്റ് പരലോകത്ത് വന്നപ്പോൾ പരലോകം കണ്ടു, സിറാത്ത് എന്ന പാലം കണ്ടു, മീസാൻ എന്ന ത്രാസ് കണ്ടു, ഹൗദുൽ കൗസർ കണ്ടു, സ്വർഗം കണ്ടു, നരകം കണ്ടു. ലോകത്ത് കടന്നു വന്ന 1,24,000-ൽ വരുന്ന പ്രവാചകന്മാരെയും ഞാൻ കണ്ടു. പക്ഷേ അള്ളാഹുവിനോട് പറയുന്നു, പടച്ചവനെ, തുമ്പപ്പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിച്ചപ്പോ നിനക്ക് കണ്ണില്ല, നിനക്ക് കൈയില്ല, നിനക്ക് കുടുംബമില്ല, നിനക്ക് മക്കളില്ല. അള്ളാഹുവെ, നിന്നെ കാണാതെ ഞാൻ 5 നേരം ജനിച്ച കാലം മുതൽ, ഓർമ്മ വെച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ ഞാൻ നിസ്കരിച്ചല്ല. നിന്നെ കാണാതെയാ ഞാൻ ഇത്ര ഇത് ചെയ്തത്. അള്ളാഹുവെ, എനിക്ക് നിന്നെ ഒന്ന് കാണണം തമ്പുരാനെ. പടച്ചവനെ, എനിക്ക് നിന്നെ ഒന്ന് കാണണം റഹ്മാനെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫയർഫഉൽ ഹിജാബ്, അല്ലാഹു തന്റെ മറയെടുത്തു മാറ്റും. നമ്മൾ അല്ലാഹനെ കാണും. അല്ലാഹ് നമ്മളോട് സലാം പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗനൽ ഖമറ ലൈലത്തുൽ ബദ്രി. 14-ാം രാവിലെ ചന്ദ്രനെ എങ്ങനെ നമ്മൾ കാണുന്നു, അതുപോലെ നമ്മുടെ കണ്ണുകൊണ്ട് നമ്മുടെ റബ്ബിനെ നമ്മൾ കാണുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സലാം പറയുമ്പോൾ അല്ലാഹനെ കണ്ടുമടക്കുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നാളെ സ്വർഗത്തിൽ വെച്ച് സലാം പറയുമ്പോൾ അല്ലാഹനെ കണ്ടിട്ട് ആ സലാം അടക്കാൻ മോഹമുള്ളവരൊന്ന് കൈവക്കിക്ക്. അൽഹംദുലില്ലാ. ഈ ഒറ്റ പൊക്കല് മതി പോകാൻ, അതന്നെ മതി. ഈ കൈ പൊക്കിയതിന്റെ പേരിലായിരിക്കും ചിലപ്പോൾ അള്ളാഹ് നമുക്ക് സ്വർഗം നൽകുന്നത്. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബികൾ ചോദിച്ചു, നബിയെ, അള്ളാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബികൾ ചോദിച്ചു, നബിയെ, ഞങ്ങൾക്ക് വലിയ ആഗ്രഹമുണ്ട് അള്ളാഹനെ കാണാൻ. പെട്ടെന്നങ്ങ് കാണാൻ പറ്റുമോ? പെട്ടെന്നങ്ങ് കാണാൻ പറ്റുമോ? അള്ളാഹനെ നമുക്ക് പെട്ടെന്നങ്ങ് കാണാൻ പറ്റുമോ? അള്ളാഹനെ കാണെങ്കിൽ പരലോകത്ത് പോയാൽ പോരല്ലോ.
മഹ്ശറയിൽ പോയാൽ അള്ളാനെ കാണാൻ പറ്റൂല. അള്ളാനെ കാണണമെങ്കിൽ സ്വർഗത്തിൽ തന്നെ പോണം. സ്വർഗത്തിൽ ചെന്നാനേ നമുക്ക് അള്ളാനെ കാണാൻ പറ്റൂ. അതിനുള്ള വഴിയെന്താ? എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്, അള്ളാഹുവിന്റെ പ്രവാചകനോട് അവിടുന്ന് സ്വഹാബികൾ ചോദിക്കുമ്പോൾ, ഈ കൈപൊക്കിയവരെ വെറുതെ എങ്ങ് പോകാമെന്ന് നിങ്ങൾ കരുതണ്ട. അള്ളാഹുവിന്റെ സ്വർഗവും ആ സ്വർഗത്തിൽ ചെന്നിട്ട് പടച്ചവന്റെ ലിഖാ കാണാനുള്ള ഭാഗ്യവും അത് വെറുതെ അങ്ങ് കിട്ടുമെന്ന് നിങ്ങൾ കരുതണ്ട. അള്ളാഹു തന്നെ പറയുന്നുണ്ട്, വമൻ കാന യർജൂ ലിഖാ റബ്ബിഹി ഫല്യഅമൽ അമലൻ സ്വാലിഹാ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ, അള്ളാഹുവിനെ ആർക്കെങ്കിലും കാണണമെങ്കിലോ, പടച്ച റബ്ബിന്റെ ലിഖാ കാണണമെങ്കിലോ, അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകണമെങ്കിലോ ഒന്നാമത്തെ മാനദണ്ഡം എന്തെന്നറിയുമോ? അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഫല്യഅമൽ അമലൻ സ്വാലിഹാ. സൽക്കർമ്മങ്ങൾ നിന്റെ ജീവിതത്തിൽ അധികരിപ്പിക്കണേ. നല്ല കാര്യങ്ങൾ നീ ചെയ്യണേ. നല്ല കാര്യങ്ങൾ, നന്മയായ കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ ചെയ്താൽ അല്ലാഹുവിനെ നിനക്ക് കാണാൻ കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, ഇന്ന് നന്മ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലമാണ്. അല്ലാഹുവേ, ഇന്ന് നന്മ ഉന്മൂലനം ചെയ്തുകൊണ്ടിരിക്കുന്ന കാലമാ. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നന്മ ചെയ്യുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് പ്രവാചകൻ അവിടുന്ന് സ്വഹാബികളോട് പറയുകയാണ്, യാ സ്വഹാബാ യുഹ്ശറൂന الناس يوم القيامة. എങ്ങനെയാണ് നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് ജനങ്ങളെ കൊണ്ടുവരുന്നതെന്നറിയുമോ? മുത്തുനബി അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, നാളെ ഖബറിന്റെ അകത്ത് നിന്ന് ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ആയിരങ്ങളുണ്ടല്ലോ, നമ്മളെല്ലാവരും ഇസ്രാഫീൽ എന്ന മലക്ക് രണ്ടാമത് സൂർ എന്ന കാഹളത്തിൽ ഊതുമ്പോ നമ്മളെല്ലാവരും അവിടെ നിന്ന് എഴുന്നേക്കുമല്ലോ. നമ്മളെല്ലാവരും ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റിട്ട് എല്ലാവരും നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു പോകുമല്ലോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അതാ ഖബറിന്റെ അകത്ത് നിന്ന് ഞാൻ നിങ്ങൾ എഴുന്നേറ്റ് പോകുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വഹാബാ, ഒരു വിഭാഗത്തിന് ജീവിതത്തിൽ ഒരിക്കലുമില്ലാത്ത ദാഹമാ. ചില ആൾക്കാരുണ്ടല്ലോ അവന്റെ ജീവിതത്തിൽ ഇന്ന് വരെ അനുഭവിക്കാത്ത വല്ലാത്ത ദാഹമാണ്, വല്ലാത്ത വിശപ്പാണ്, വല്ലാത്ത ക്ഷീണമാണ്. അല്ലാഹുവേ, ഉമ്മ പ്രസവിച്ചതുപോലെയാണ് ചിലർ നാളെ പരലോകത്തേക്ക് എഴുന്നേറ്റ് പോകുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഒരു നൂൽബന്ധം പോലുമില്ല, ശരീരത്തൊരു തുണ്ട് വസ്ത്രം പോലുമില്ല. പടച്ചവനെ, ഏറ്റവും വല്ലാത്ത ദാഹമാണ്, വല്ലാത്ത വിശപ്പാട്, വല്ലാത്ത ക്ഷീണമാണ്. ഈ അവസ്ഥയിലാണ് ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേൽക്കുന്ന മനുഷ്യനെ മലക്കുകളെ നയിച്ചു കൊണ്ടുപോകുന്നത്. ഇങ്ങനെ നയിച്ചുകൊണ്ട് പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് ഒരു വിഭാഗത്തെ മലക്കുകളെ കൊണ്ടു നിർത്തുമ്പോ സുബ്ഹാനല്ലാഹ്, മറ്റൊരു വിഭാഗമുണ്ടല്ലോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, അല്ലാഹു റബ്ബുഹു, അല്ലാഹുവേ, നല്ലതുപോലെ ഭക്ഷണം കഴിച്ചിട്ട്, നല്ലതുപോലെ വെള്ളം കുടിച്ചിട്ട്, നല്ല ആരോഗ്യവാന്മാരെ പോലെ പടച്ചവനെ വസ്ത്രം ധരിച്ചിട്ട് ഒരു വിഭാഗം നാളെ പടച്ച റബ്ബിന്റെ കോടതിയിലേക്ക് കടന്നു വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോൾ പടച്ചവനെ, പ്രവാചകനോട് സ്വഹാബികൾ ചോദിക്കുന്നു, നബിയേ, ആരാ നബിയേ, നാളെ ഖബറിന്റെ
അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ദിവസം വസ്ത്രം ധരിച്ചുകൊണ്ട് ഭക്ഷണം കഴിച്ച് വയറ് നിറച്ചവരെ പോലെ, വെള്ളം കുടിച്ച് വയറ് നിറത്താഹം തീർത്തവരെ പോലെ, പടച്ചവനെ നല്ല ആരോഗ്യവാന്മാരെ പോലെ ചിരിക്കുന്ന മുഖത്തോടെ കബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്നവരാരെന്നറിയുമോ? അമലൻ സ്വാലിഹാ, ഈ ദുനിയാവിൽ ജീവിച്ച സമയത്ത് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തവരുണ്ടല്ലോ. രഹസ്യമായിട്ടും പരസ്യമായിട്ടും അല്ലാഹുവിന്റെ തൃപ്തി കരുതിയിട്ട് ഞാനും നിങ്ങളും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തവരുണ്ടല്ലോ. ആ ചെയ്തവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാണെന്ന് പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു മാസത്തിലൂടെയാ ഞാനും നിങ്ങളും കടന്നു പോകുന്നത്. നമ്മളിപ്പോൾ കടന്നു പോകുന്ന മാസമേതാ? റജബുൻ ശഹറുല്ലാഹ് വ ശഅബാനു ശഹ്രീ. മുത്തുനബിയുടെ മാസമല്ലേ അല്ലാഹുവേ, മുത്തുനബിയുടെ ശഅബാ മാസത്തിലൂടെ ഞാനും നിങ്ങളും കടന്നു പോകുമ്പോ പരിശുദ്ധമായ റമളാൻ വരുന്നതിന് 2 മാസം മുമ്പ് പടച്ചവനെ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ ശഹ്റു റമളാൻ. പടച്ചവനെ അല്ലാഹുവിന്റെ പ്രവാചകൻ ദുആ ചെയ്യണമെന്ന് പറഞ്ഞു തന്ന അല്ലാഹുവിന്റെ മാസമായ റജബ് മാസം വിട പറഞ്ഞു. ശഅബാനിൽ 2 ദിവസം കഴിഞ്ഞു. 3-ാമത്തെ ദിവസത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നവരെ പടച്ചവനെ എല്ലാവർക്കും സ്വർഗത്തിൽ പോകണമെന്ന് വല്ലാത്ത മോഹമാ. സ്വർഗമെന്ന് പറഞ്ഞാൽ എന്തെന്നറിയുമോ? മനുഷ്യ, നീ ചിന്തിക്കുന്നതിനപ്പുറമാണ്. ഒരിക്കലും നിനക്ക് സ്വർഗം മനസ്സിലാക്കാൻ കഴിയില്ല. സ്വർഗത്തിന്റെ പ്രതിഫലം നിനക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അതിന്റെ കാരണം എന്തെന്നറിയുമോ? ഞാൻ ജീവിതകാലം മുഴുവനും സ്വർഗത്തെ കുറിച്ച് പറഞ്ഞു തന്നാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയില്ല. ആ സ്വർഗത്തെ കുറിച്ച് അറിയണമെങ്കിൽ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊരു പ്രവാചകന്റെ ചരിത്രം പറഞ്ഞു തരുന്നുണ്ട്. ഈ ഒരു ചരിത്രം കേട്ടാൽ, ഈ ഒരേ ഒരു ചരിത്രം കേട്ടാൽ അല്ലാഹുവിന്റെ സ്വർഗം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആരുടെ ചരിത്രം എന്നറിയുമോ? മഹാനായ ഇദ്രീസ് നബി അലൈഹിസ്സലാം. ആരാ ഇദ്രീസ് നബി? ആരാ? ഇന്നും ജീവിച്ചിരിക്കുന്ന പ്രവാചകനാ. ഇന്നും ജീവിച്ചിരിക്കുന്ന പ്രവാചകനാ ഈസാ നബി അലൈഹിസ്സലാം, ഇദ്രീസ് നബി അലൈഹിസ്സലാം. ഈ പ്രവാചകന്മാര് ജീവിച്ചിരിക്കുന്നവരാണ്. അല്ലാഹുവേ, ഇദ്രീസ് നബി ആരെന്നറിയുമോ? സാധാരണ ഒരു പ്രവാചകനല്ല. മലക്കുകൾ ഇദ്രീസ് നബിക്ക് ഒരു പേരിട്ടിട്ടുണ്ടായിരുന്നു. മലക്കുകൾ ഇദ്രീസ് നബിയെ ഒരു പേര് വിളിക്കുമായിരുന്നു. എന്തു പേരെന്നറിയുമോ? ഇബാദത്തുകാരനെന്ന് അറിയപ്പെടുന്ന പ്രവാചകനാണ് ഇദ്രീസ് നബി അലൈഹിസ്സലാം. ഈ ഇദ്രീസ് നബിയുടെ ചരിത്രമുണ്ടല്ലോ. ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബികളോട് പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലാഹുവേ, മനോഹരമായ ഒരു ചരിത്രമാണ്, മനോഹരമായ ഒരു ചരിത്രമാ ഇദ്രീസ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം. എന്തെന്നറിയുമോ? അതാ അസ്റായിലുമായിട്ട് വല്ലാത്ത ഒരു സ്നേഹബന്ധമുണ്ടായിരുന്നു. ഇദ്രീസ് നബി അലൈഹിസ്സലാമും അസ്റായിൽ അലൈഹിസ്സലാം തമ്മിൽ കൂട്ടുകാരായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അസ്റായിൽ കാണാൻ വരുമായിരുന്നു. അങ്ങനെ ഒരിക്കൽ ഇദ്രീസ് നബിയുടെ മുന്നിലേക്ക് മലക്കുൽ മൗത്ത് അസ്റായിൽ അലൈഹിസ്സലാം കടന്നു വന്നപ്പോൾ ഇദ്രീസ് നബി ചോദിക്കുന്നു, അസ്റായിലേ, എനിക്ക് നിന്റെ രൂപമൊന്ന് കാണണം അസ്റായിൽ. ആ സമയത്ത് ഇദ്രീസ് നബിയോട് മലക്കുൽ മൗത്ത് പറഞ്ഞു കൊടുക്കുകയാ, എന്റെ രൂപം കാണാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. ആ സമയത്ത് പറഞ്ഞു ഇദ്രീസ് നബി അലൈഹിസ്സലാം അവിടെന്ന് പറഞ്ഞു, അസ്റായിലേ, മോശമായ ആൾക്കാരുടെ റൂഹ് പിടിക്കാൻ പോകുന്ന രൂപം എനിക്കൊന്ന് കാണിച്ചു തരുമോ? അങ്ങനെ അസ്റായില് കാണിച്ചു കൊടുക്കുകയാണ്. എങ്ങനെയാണ് മോശമായ ഒരാളുടെ റൂഹ് പിടിക്കാൻ പോകുന്നത്? ഈ രൂപം കണ്ടു കഴിഞ്ഞപ്പോ അസ്റായിലിനോട് ചോദിക്കുന്നു ഇദ്രീസ് നബി, അസ്റായിലേ,
മരണത്തിന് വല്ലാത്ത വേദനയുണ്ടെന്ന് അല്ലാഹു പറയുന്നുണ്ട്. മരണത്തിന് വലിയ വേദനയാണ്. അതുകൊണ്ട് അസുറായില് എന്നെ ഒന്ന് മരിപ്പിക്കുമോ അസുറായില്? ആ മരണത്തിന്റെ വേദന എന്താണെന്ന് എനിക്കും അറിയാനാണ്. അങ്ങനെ മരണവേദനയെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മരണത്തിന് വേണ്ടി ഒരുങ്ങാമല്ലോ, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാമല്ലോ. അല്ലാഹുവേ, കൂട്ടുകാരന്റെ ആഗ്രഹമാണല്ലോ, ഇദ്രീസ് നബിയുടെ ആഗ്രഹമാണല്ലോ. അസ്റായീൽ അല്ലാഹുവിനോട് ചോദിച്ചു, ഇദ്രീസ് നബി ഒരാഗ്രഹം പറഞ്ഞിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് അസ്റായീൽ എന്ന മലക്കിനോട് പറയുകയാണ്, ഇദ്രീസ് നബിയുടെ റൂഹ് പിടിച്ച് അവിടുന്ന് മരിപ്പിക്കാറ്, എന്നിട്ട് ജീവന് തിരിച്ചു കൊടുക്കാറ്. അല്ലാഹുവേ, അസ്റായീൽ അലൈഹിസ്സലാം ഇദ്രീസ് നബിയുടെ റൂഹ് പിടിക്കുകയാ. ഇദ്രീസ് നബിയുടെ റൂഹ് പിടിച്ചു. അതാ ഇദ്രീസ് നബി മരണപ്പെട്ട് കഴിഞ്ഞു. മരിച്ചു കഴിഞ്ഞപ്പോൾ അസ്റായീൽ തിരിച്ച് റൂഹ് അങ്ങിട്ട് കൊടുക്കുകയാണ്. ഇദ്രീസ് നബിക്ക് ജീവൻ തിരിച്ചു വന്നപ്പോ അസ്റായീൽ ചോദിച്ചു, എങ്ങനെയുണ്ട് നബിയേ? ഇദ്രീസ് നബി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അസ്റായീൽ, മരണത്തിന് വല്ലാത്ത വേദനയാണ് അസ്റായീൽ. അത് കഴിഞ്ഞപ്പോ പിന്നീടൊരു പ്രാവശ്യം അസ്റായീൽ കാണാമെന്നപ്പോ ഇദ്രീസ് നബി രണ്ടാമത് പറഞ്ഞു, എനിക്ക് നരകമൊന്ന് കാണണം. അല്ലാഹുവേ, 3000 കൊല്ലം കത്തിച്ച പടച്ചറപ്പിന്റെ അദാബ് കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, ആ നരകം എനിക്കൊന്ന് കാണിച്ചു തരുമോ അസ്റായീൽ? കണ്ടു കഴിഞ്ഞാൽ പടച്ചവനെ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാമല്ലോ, ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ ചെയ്യാമല്ലോ. അല്ലാഹുവിനോട് അനുവാദം ചോദിച്ചു. അല്ലാഹു ഇസ്രായേൽ പടച്ചവനെ ഇസ്ഹാഖ് നബിക്ക്, അതാ ഇദ്രീസ് നബിക്ക് നരകം കാണിച്ചു കൊടുക്കാൻ അല്ലാഹു അനുവാദം കൊടുക്കുകയാ. അങ്ങനെ നരകത്തിന്റെ മുകളിലൂടെ അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് ഇങ്ങനെ നരകമെന്ന് കാണിച്ചു കൊടുത്തു. ഇദ്രീസ് നബി പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അല്ലാഹുവേ, ഏതെങ്കിലും ഒരു മനുഷ്യനെ നരകത്തെ കണ്ടിരുന്നെങ്കിൽ, ഏതെങ്കിലും ഒരു മനുഷ്യനെ നരകത്തെ കണ്ടിരുന്നെങ്കിൽ അവൻ അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത ഒന്നും പ്രവർത്തിക്കില്ലായിരുന്നു. അങ്ങനെ നരകവും കണ്ടു, അങ്ങനെ നരകവും കണ്ടു. മൂന്നാമത്തെ പ്രാവശ്യം അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വന്നപ്പോ ഇദ്രീസ് നബി മൂന്നാമതൊരാഗ്രഹം പറഞ്ഞു. മൂന്നാമതൊരാഗ്രഹം പറഞ്ഞു. എന്തേ പറഞ്ഞതെന്നറിയുമോ? അസ്റായീലേ, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ, അല്ലാഹുവിന്റെ സർവാനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച, ഒരു കണ്ണിനും കണ്ട ഒരു കണ്ണും കാണാത്ത, പടച്ചവനെ ഒരു മനുഷ്യനും ചിന്തിക്കാൻ കഴിയാത്ത അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗം എനിക്കൊന്ന് കാണിച്ചു തരുമോ അസ്റായീൽ? കാണാനുള്ള കൊതി കൊണ്ടാണ്. ഇല്ല എന്ന് നീ പറയരുത്. അല്ലാഹുവോട് ചോദിക്കെനിക്ക്, അല്ലാഹുവോട് ചോദിച്ചിട്ട് എനിക്ക് കാണിച്ചു തരണം. അല്ലാഹുവേ, അസ്റായീൽ പിന്നെയും അല്ലാഹുവിനോട് ചോദിച്ചു. അല്ലാഹു സ്വർഗം കാണിച്ചു കൊടുക്കാനുള്ള അനുവാദം കൊടുക്കുകയാ. അല്ലാഹു സ്വർഗം കാണിച്ചു കൊടുക്കുക. ആദ്യം പറഞ്ഞു, അസ്റായീലെ, മോശമായ ആൾക്കാരുടെ റൂഹ് പിടിക്കാൻ പോകുന്നത് എങ്ങനെ, എനിക്കൊന്ന് കാണിച്ചതാ. അല്ലാഹുവിനോട് ചോദിച്ചു, എന്നിട്ട് കാണിച്ചു കൊടുത്തു. കണ്ടു കഴിഞ്ഞപ്പോ പറയുക, എന്തിനാ നരകമൊക്കെ, എന്തിനാ നരകവും മരണവും ഒക്കെ, എന്തിനാ? ഈ ഒറ്റ രൂപം കണ്ടാൽ തന്നെ അത് മതിയല്ലോ, അതിനേക്കാളും വലിയ ശിക്ഷയില്ല. ഇത് കഴിഞ്ഞപ്പോ രണ്ടാമത് പറഞ്ഞു, എനിക്ക് മരണത്തിന്റെ വേദന എന്താണെന്നൊന്ന് അറിയണം.
മരണവേദന എന്താണെന്ന് മനസ്സിലാക്കിയ എനിക്കൊന്ന് ഒരുങ്ങിയിരിക്കാനാ, വേറൊന്നും കൊണ്ടല്ല, മരണത്തിന് വേണ്ടി ഒന്ന് തയ്യാറെടുത്തിരിക്കാനാ. നീ അള്ളാഹിനോടൊന്ന് ചോദിക്ക്. പടച്ചവനോട് ചോദിച്ചിട്ട് പറഞ്ഞു, അള്ളാഹു പറഞ്ഞു ഒന്ന് മരിപ്പിച്ചിട്ട് ജീവൻ തിരിച്ചു കൊടുക്കാൻ. അങ്ങനെ മരിച്ചു, ജീവൻ തിരിച്ചു കൊടുത്തു. എങ്ങനെയുണ്ട് നബിയെ? വല്ലാത്ത കഠിനമാണ്. അത് കഴിഞ്ഞിട്ട് പറയാ എനിക്ക് നരകമൊന്ന് കാണണം, നരകമൊന്ന് കാണണം. അവസാനം അള്ളാഹു അനുവാദം കൊടുത്തു, നരകവും കാണിച്ചു. ഇത് കഴിഞ്ഞപ്പോ പറയാ ഇനി ഒരു ആഗ്രഹം കൂടെ ഉണ്ട്, സ്വർഗം കൂടെ കാണണം, സ്വർഗം കൂടെ കാണണം. അങ്ങനെ അള്ളാഹു അനുവാദം കൊടുത്തു. അങ്ങനെ സ്വർഗത്തിന്റെ മുന്നിൽ കൊണ്ടുപോയി അസ്രായിൽ അലൈഹിസ്സലാം ഇദ്രീസ് നബിയെ സ്വർഗത്തിൽ കയറ്റി വിടുമ്പോ പറഞ്ഞു, നബിയെ പോയി കണ്ടിട്ട് എളുപ്പം ഇറങ്ങി വരണം കേട്ടോ, സമയമൊന്നുമില്ല, കേറി കണ്ടിട്ട് അവിടെയെങ്ങും നിന്നേക്കരുത്, പെട്ടെന്ന് ഇറങ്ങി വരണം. ഇദ്രീസ് നബി അലൈഹിസ്സലാം അവിടെ നിന്നും തലയൊക്കെ ആട്ടിയിട്ട് വലിയ കാര്യത്തിൽ സ്വർഗത്തിൽ കയറിപ്പോയി. സ്വർഗത്തിൽ കയറിപ്പോയിട്ട് ഇദ്രീസ് നബി അലൈഹിസ്സലാം സ്വർഗത്തിലൂടെ ഇങ്ങനെ നടന്ന് കാണാ. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗം ഇങ്ങനെ നടന്ന് കണ്ടുകൊണ്ടിരിക്കുക. അസ്രായിൽ വെളിയിൽ കാത്തു നിൽക്കുക. ഈ ചങ്ങാതിയെ കാണുന്നില്ല. സ്വർഗത്തിൽ കയറിപ്പോയ ഇദ്രീസ് നബി അലൈഹിസ്സലാമിനെ കാണുന്നില്ല. അങ്ങനെ അസ്രായിൽ കാത്തു നിന്നും മടുത്തു. അവസാനം അസ്രായിൽ വിളിച്ചു, ഇദ്രീസ് നബിയെ ഇറങ്ങി വാ. ഞാൻ വരൂല. സ്വഭാവം മാറി. ഇദ്രീസ് നബിയുടെ ഭയങ്കര ഐഡിയ ആയിരുന്നു. ഇദ്രീസ് നബി നമ്മളെ പോലെ ഒന്നല്ല, വല്ലാത്ത ബുദ്ധിയാ. ഇദ്രീസ് നബി സ്വർഗത്തിന്റെ അകത്ത് കയറിയിട്ട് ഇറങ്ങി വരുന്നില്ല. അസ്രായിൽ പറഞ്ഞു, ഇങ്ങോട്ട് വാ നബിയെ. ഞാൻ വരൂല, ഞാൻ ഇതിനകത്ത് നിന്ന് വരൂല. അങ്ങനെ രണ്ടുപേരും തമ്മിൽ തർക്കമായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അസ്രായിലും ഇദ്രീസ് നബിയും തമ്മിൽ വാക്ക് തർക്കമായപ്പോ മധ്യസ്ഥനായിട്ട് ഒരു മലക്കിനെ പറഞ്ഞു വിട്ടു. എന്താ പോയി ഇവരുടെ വിഷയം ഒന്ന് പരിഹരിക്ക്, മധ്യസ്ഥം വേണമല്ലോ. അപ്പൊ ഒരു മലക്കിറങ്ങി വന്നിട്ട് അസ്രായിലിനോട് കാര്യം ചോദിച്ചപ്പോ അസ്രായിൽ അലൈഹിസ്സലാം നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് ഈ മലക്ക് ഇദ്രീസ് നബി അലൈഹി സ്വലാമിനോട് ചോദിച്ചു, നബിയെ ഇതെന്ത് പണിയാ നബിയെ, ഇതെന്ത് പണിയാ നബിയെ, പോകണ്ടേ, ഇറങ്ങി പോകണ്ടേ, അങ്ങനെയൊക്കെയല്ലേ കാര്യങ്ങളൊക്കെ. ആ സമയത്ത് ഇദ്രീസ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. ഇദ്രീസ് നബി അലൈഹിസ്സലാം അവിടെ നിന്ന് പറഞ്ഞ മറുപടി അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്ന ഒന്ന്, ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഒരിക്കലേ മരിക്കത്തുള്ളൂ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. ഒരാള് ജീവിതത്തിൽ ഒരിക്കലേ മരിക്കൂ. 2 പ്രാവശ്യം മരിക്കുമോ? ഇല്ല. ജീവിതത്തിൽ ഒരിക്കലേ ഒരാൾ മരിക്കത്തുള്ളൂ. ഞാൻ മരണവേദന അറിഞ്ഞതാ, ഇനി എനിക്ക് പറ്റൂല. ഞാൻ മരണത്തിന്റെ വേദന അനുഭവിച്ചു, ഇനി ഒരു പ്രാവശ്യം കൂടെ അനുഭവിക്കാൻ എനിക്ക് പറ്റൂല. അള്ളയാ പറഞ്ഞേ ഒരിക്കലേ ഒരാൾ മരണത്തിന്റെ വേദന അനുഭവിക്കൂ എന്ന് പടച്ച റബ്ബ് പറഞ്ഞു. ഞാൻ അനുഭവിച്ചു. 2 അവിടെ നിന്ന് പറയുന്നു, ഇദ്രീസ് നബി അലൈഹിസ്സലാം പറഞ്ഞു, വ ഇന്ന മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ലിയ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, എല്ലാവരും നരകം കാണുമെന്ന്, ഓരോ മനുഷ്യനും നരകം കാണുമെന്ന് അല്ല പറഞ്ഞു. ഞാൻ കണ്ടു, എന്റെ കണ്ണുകൊണ്ട് ഞാൻ നരകം കണ്ടു. അല്ലയാ പറഞ്ഞ കാണുമെന്ന് ഞാൻ കണ്ടു. മൂന്നാമതായിട്ട് ഇദ്രീസ് നബി അലൈഹിസ്സലാം അവിടെ നിന്ന് പറഞ്ഞ മൂന്നാമത്തെ കാര്യം, ലാ യമുസ്സുഹും ഫീഹാ നസബുൻ വമാ ഹും മിൻഹാ ബിമുഖ്റജീൻ. സ്വർഗ്ഗത്തിലേക്ക് ഒരാൾ കയറി കഴിഞ്ഞാൽ പിന്നെ അല്ലാഹ് അവിടെ നിന്ന് ഇറക്കി വിടൂല. ഒരാൾ സ്വർഗ്ഗത്തിൽ കയറി കഴിഞ്ഞാൽ പിന്നെ പടച്ചറപ്പ് അവിടെ നിന്ന് ഇറക്കി വിടൂല. അതുകൊണ്ട് ഇനി അല്ലാഹ് ഇറക്കി വിടാതെ ഞാൻ വരൂല. ഇനി അല്ലാഹു എന്നെ ഇതിനകത്ത് നിന്ന് ഇറക്കി വിടാതെ ഞാൻ വരൂല. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു അത്രേ, ബിഇദ്നി ദഖല ബിഅംരിഹി ഫഅല ഫഖറ. അവിടുന്ന് വിട്ടേക്കാൻ പറഞ്ഞു. എല്ലാം എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ തീരുമാനിച്ച പോലെ കാര്യം നടന്നത്. ആ പ്രവാചകൻ അവിടെ ജീവിക്കട്ടെ, വിട്ടേക്കാൻ പറഞ്ഞു എന്ന് ചരിത്രം നമുക്ക് പറഞ്ഞു തരുമ്പോൾ, എൻ്റെ പ്രിയമുള്ളവരെ, ഒരു പ്രവാചകൻ ഇത്രയും ഐഡിയ നടത്തിക്കൊണ്ട് തന്ത്രപരമായിട്ട് സ്വർഗത്തിൽ പോയിട്ട് ആ സ്വർഗം കണ്ടിട്ട് തിരിച്ചിറങ്ങി വന്നില്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആ സ്വർഗം എന്താണെന്ന്. അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ഈ സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ, ഈ സ്വർഗത്തിലേക്ക് നമ്മൾ കടന്നു പോകണമെങ്കിൽ, ആ സ്വർഗത്തിലേക്കുള്ള ഒരു വഴിയാത്രക്കാരാണ് ഞാനും നിങ്ങളും. നമ്മളെല്ലാവരും ആ സ്വർഗത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ തറവാടെന്ന് പറയുന്ന നമ്മുടെ സ്വർഗത്തിലേക്ക് പോകാൻ പടച്ചവനെ, മംഗലാപുരത്തിന്റെ പരിസരത്ത് വണ്ടിയും കാത്തു നിൽക്കുന്നവരാണ് നമ്മള്. പടച്ചവനെ അല്ലാഹുവേ, ഏത് വാഹനമെന്നറിയുമോ? അല്ലാ,
മരണമെന്ന് പറയുന്ന ഒരു വാഹനം ഇങ്ങനെ കടന്നു വരുന്നു. മരണമെന്ന് പറയുന്ന ഒരു വാഹനം കടന്നു വന്നു. വീടിന്റെ മുന്നിൽ മയ്യത്ത് കെട്ടില് കൊണ്ടുവന്നു. ആ വാഹനത്തിൽ കയറി പോകാൻ വീടിന്റെ മുന്നിൽ കാത്തു നിൽക്കുന്ന വഴിയാത്രക്കാരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അതാ ബസ് കാത്തു നിൽക്കുന്നവരോട്, വണ്ടി കാത്തു നിൽക്കുന്നവരോട്, ഈ നിൽക്കുന്ന സമയം ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്തോ. ഈ നിൽക്കുന്ന സമയം തുച്ഛമാണ്. ചിലപ്പോൾ 20 ചിലപ്പോൾ 30 ചിലപ്പോൾ 40. ഏറ്റവും കൂടി പോയാ 100 വയസ്സ്. അതിന്റെ മുകളിൽ എന്തായാലും നീ പോകില്ല. അതുകൊണ്ട് ഈ തുച്ഛമായ സമയത്ത് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ ചെയ്യാൻ പരിശ്രമിക്കൂ. ആ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല മാസത്തിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നു പോകുന്നത്. ഈ മാസത്തിന്റെ വില എന്താ? ഈ മാസത്തിന്റെ മഹത്വം എന്താ? മുത്തുനബി പറഞ്ഞു, സ്വഹാബാ, ഈ മാസത്തിന് വല്ലാത്ത പ്രത്യേകതയുണ്ട്. ജനങ്ങൾ പറന്നു പോകുന്ന മാസമാണ്. റജബ് കടന്നു വന്നപ്പോ റമളാൻ അടുത്തു എന്ന് മനസ്സിലായി. റജബ് കടന്നു വന്നപ്പോ റമളാൻ അടുത്തു എന്ന് മനസ്സിലായി. പക്ഷേ റജബിലൂടെ ഇങ്ങനെ കടന്നുപോയി. പടച്ചവനെ മറന്നു നടക്കുകയാണ്. ശഅബാൻ പെട്ടെന്ന് പോകുന്ന മാസമാണ്. ശഅബാൻ പെട്ടെന്ന് തീർന്നു പോകുന്ന മാസമാ. അത് ജനങ്ങളിൽ അധികം പേരും മറക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതാ ജനങ്ങൾ മറന്നു കളയുന്ന മാസത്തിന്റെ 2ാമത്തെ ദിവസം കഴിഞ്ഞു. ഇനി കണ്ണ് തുറച്ചടയുന്നതിന് മുമ്പ്, കണ്ണ് തുറന്നു തീരുന്നതിന് മുമ്പ് ശഅബാൻ നമ്മളോട് വിട പറയുകയാണ്. റമളാൻ എടുത്തല്ലോ, റമളാൻ എടുത്തല്ലോ. അതുകൊണ്ട് ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയവരോട് എനിക്ക് പറയാനുള്ളത്, ഈ മാസം റസൂലുള്ളാഹിന്റെ മാസമാണ്, മുത്തുനബിയുടെ മാസമാണ്. ഇത് വെറുതെ തള്ളിക്കളയേണ്ട മാസമല്ല. ഈ മാസത്തിനൊരു പ്രത്യേകതയുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, വഫീഹി തുർഫഉൽ അമാൽ ഇബാദി ഇലാ റബ്ബിൽ ആലമീൻ. നമ്മുടെ സൽക്കർമ്മങ്ങൾ മുഴുവനും അല്ലാഹുവിന്റെ മുന്നിൽ കൊണ്ടുപോകുന്ന, നമ്മൾ ഈ വർഷക്കാലം ചെയ്ത എല്ലാ നന്മകളും അല്ലാഹുവിന്റെ മുന്നിലേക്ക് കൊണ്ടുപോകുന്ന മാസമാണ് ശഅബാൻ മാസം. അതുകൊണ്ട് വെറുതെ നടക്കല്ലേ, തോന്നിവാസങ്ങൾ കാണിക്കല്ലേ, അല്ലാഹുവിനെ മറന്നുകൊണ്ട് നടക്കല്ലേ. അല്ലാഹുവിന് ഇഷ്ടപ്പെടുന്നത് പോലെ സൽക്കർമ്മങ്ങൾ ജീവിതത്തിൽ ചെയ്തിട്ട് കഴിയണമെന്ന് പ്രവാചകൻ പറയുമ്പോ, ഈ പാതിരാത്രി വാഴ കേൾക്കാമെന്ന, ഈ സദസ്സിലേക്ക് കടന്നു വന്ന എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, ഈ മാസത്തിന് നിങ്ങൾ ആരെങ്കിലും ബഹുമാനിച്ചാൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? പ്രവാചകൻ അവിടെന്ന് പറയുകയാ, ഈ മാസം നിസ്സാര മാസമല്ല. അതുകൊണ്ടാണ് നിന്റെ വാപ്പയും നിന്റെ ഉമ്മയും, നിന്റെ വാപ്പയുടെ വാപ്പയും ഉപ്പുപ്പയും ഉമ്മയൊക്കെ പടച്ചവനെ റജബ് മാസം എത്തുമ്പോഴേ വീടിന്റെ പരിസരം വൃത്തിയാക്കുകയാണ്. ആവശ്യമില്ലാത്തതൊക്കെ എടുത്ത് കളഞ്ഞു, വീടും പരിസരവും വൃത്തിയാക്കി. പടച്ചവനെ, വിവാഹം അടുക്കുമ്പോഴല്ല വീട് പെയിന്റ് അടിക്കേണ്ടത്, അത് റമളാൻ കടന്നു വരുമ്പോഴാ. ആവശ്യമില്ലാത്തതെല്ലാം എടുത്ത് കത്തിച്ച് കളഞ്ഞിട്ട് വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കിയിട്ട് മനസ്സും ശരീരവും 2 മാസം മുമ്പേ നമ്മുടെ ഉമ്മ വൃത്തിയാക്കുമായിരുന്നു. ആ ഉമ്മയുടെ മകനായ ഞാനും നിങ്ങളും അല്ലാഹുവേ മറന്നുപോയില്ലേ? എല്ലാവരും ഇങ്ങനെ നടക്കുകയാണ്, എല്ലാവരും ഇങ്ങനെ നടക്കുകയാണ്. എല്ലാവരുടെ ഹൃദയത്തിലും വേറെ പല കാര്യവുമാണ്. എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നിങ്ങൾക്ക് ആർക്കെങ്കിലും മുത്തുനബിയുടെ മാസത്തിനെ ബഹുമാനിക്കാൻ കഴിയുമോ? റജബുൻ ശഹറുല്ലാഹ് വ ശഅബാനു ശഹരി വ റമളാനു ഉമ്മത്തി. മുത്തുനബിയുടെ മാസമായ ഈ പുണ്യമായ മാസത്തിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ബഹുമാനിക്കാൻ കഴിയുമോ? അല്ലാഹു തരുന്ന പ്രതിഫലം പറയാ, അല്ലാഹു തരുന്ന പ്രതിഫലം പറയാ. അല്ലാഹുവേ, ഈ മാസത്തിന് ആദരിക്കാൻ, ഈ മാസത്തിന് ബഹുമാനിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ അല്ലാ.
അള്ളാഹു ഈ മാസത്തിനെ ബഹുമാനിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ആമീൻ പറയാൻ മടി, പക്ഷെ പ്രതിഫലം പറയുമ്പോ നീ പറയും ആമീൻ. നിനക്ക് അള്ളാഹു തരുന്ന ഈ ആമീൻ പറഞ്ഞവർക്ക് അള്ളാഹു തരുന്ന പ്രതിഫലം ഞാൻ പറയുമ്പോ നീ ആമീൻ പറയാത്തതോർത്തിട്ട് ഇവിടെ ഇരുന്ന് കരയും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഈ മാസത്തിനെ ബഹുമാനിക്കാമെന്ന് നിയ്യത്ത് ചെയ്യുന്നവര് കൈവെക്കും. ശഅബാൻ എന്ന് പറയുന്ന ഈ മാസത്തിനെ പൊക്കണമെങ്കിൽ നല്ലതുപോലെ പൊക്കിക്കോ. അള്ളാഹുവേ, ഈ കൈ കൊണ്ട് മുത്തുനബിയുടെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങിക്കുടിക്കാൻ ഭാഗ്യം തരണേ പടച്ചവനെ. ഉറക്കപ്പറ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹുവേ, ഈ പുണ്യമാസത്തിനെ, മുത്തുനബിയുടെ ഈ മാസത്തിനെ ബഹുമാനിക്കാമെന്ന് നിയ്യത്ത് ചെയ്ത ഞങ്ങളെ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ആ ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന ഒന്ന് ചുംബിച്ചാൽ പാപങ്ങൾ മുഴുവനും അള്ളാഹു പുറത്തു തരുന്ന ആ കല്ലിലൊന്ന് ചുംബിക്കാൻ, ആ കല്ലിലൊന്ന് തൊടാൻ അള്ളാഹുവെ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ പടച്ചവനെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഹജറുൽ അസ്വദ് ചുംബിച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്ക്. അൽഹംദുലില്ലാഹ്, ഒരുപാട് പേര് അൽഹംദുലില്ലാഹ്. അള്ളാഹു ഇനിയും ചെന്ന് ചുംബിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹുവെ, പലരും കൈവക്കിയിട്ടില്ല. അള്ളാഹ് പാവങ്ങൾ പടച്ചവനെ, നീ അവരെ എവിടെ എത്തിക്കണേ തമ്പുരാനെ, നീ എവിടെ എത്തിക്കണേ പടച്ചവനെ. അള്ളാഹു നീ എവിടെ എത്തിക്കണേ പടച്ചവനെ. ഹജറുൽ അസ്വദ് ചുംബിക്കുന്നത് എളുപ്പമാ? ഹജറുൽ അസ്വദ് ചുംബിക്കുന്ന എളുപ്പമാ? 5 കൊല്ലം മുമ്പ് നീ പോയി മുത്തി, വാപ്പ ഇപ്പൊ ഒന്ന് പോയി മുത്താൻ നോക്കിക്കേ. 5 വർഷം മുമ്പ് പോയി പലരും ഹജറുൽ അസ്വദ് മുത്തിയിട്ടുണ്ട്. ഇപ്പൊ ഒന്ന് പോയി നോക്ക്. ഇടിയെന്ന് പറഞ്ഞാൽ എന്തോ ഇടിയെന്നറിയോ? എന്തൊരു ഇടിയാന്നറിയോ? ഹജറുൽ അസ്വദിന്റെ മുന്നിൽ നടക്കുന്ന ഇടി. ഞാനിപ്പോ ഈ പ്രാവശ്യം പോയപ്പോ പടച്ചവൻ 5 ദിവസം ഉണ്ടായിരുന്നു. 5 ദിവസം ഉണ്ടായിരുന്നു. ഒന്ന് മുത്താൻ നോക്കിയതാ, നടന്നില്ല. 5ാമത്തെ ദിവസം എനിക്കൊന്ന് കഴിഞ്ഞ്. 4 ദിവസം ഞാൻ പോയി ആവുന്ന പണി. നമ്മൾ വിചാരിക്കും രാത്രി 2 മണിക്ക് പോയാൽ മുത്താന്ന്. ഒന്ന് പോയി കയറി കൊടുക്കണം. 2 മണിക്ക് പോയാൽ മുത്തു, അല്ലെങ്കിൽ 3 മണിക്ക് പോയാ ഒന്ന് പോയി കയറി. എന്താ ഇടിയെന്നറിയോ? പെണ്ണുങ്ങളൊക്കെ വായിക്കൂടൊക്കെ രക്തം ഒലിപ്പിച്ചോണ്ടാ ഇറങ്ങി വരുന്ന. ഓരോ മനുഷ്യന്റെ ശരീരമൊക്കെ കണ്ട. അവസാനം പോകുന്നതിൻ്റെ അന്ന് എല്ലാവരും വിടവാങ്ങൽ തവാഫിന് പോയി. എല്ലാവരും വിടവാങ്ങൽ തവാഫിന് പോയിട്ട് എല്ലാവരും വിടവാങ്ങൽ തവാഫ് നടത്തുമ്പോൾ ഞാൻ നേരെ ഹജറുൽ അസ്വദിന്റെ മുന്നിലേക്ക് പോയി. അള്ളാഹുവെ, കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് പടച്ചവനോട് ദുആ ചെയ്തു. അല്ലാഹ്, ഒരവസരം എന്താ പടച്ചവന്. എല്ലാ വർഷവും വരുമ്പോൾ ഒന്ന് മുത്തിയിട്ട് പോകണം. ഈ പ്രാവശ്യം ഇതുവരെ കിട്ടിയില്ല. ഒന്ന് അള്ളാഹിനോട് ദുആ ചെയ്തു. ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു 2 സഹോദരന്മാര് അവരുടെ ഉമ്മാനെയും കൊണ്ട് മുത്താൻ വന്നു. എന്താ നിൽക്കണം, നമ്മുടെ ആരോഗ്യം നോക്കണം. 2 സഹോദരന്മാർ അവരുടെ ഉമ്മായും കൊണ്ട് മുത്താൻ വന്നു. പടച്ചവൻ എന്നെ അങ്ങോട്ട് തള്ളി നീക്കിയൊക്കെ നിർത്തി. ഞാനൊരു സാധുവിനെ പോലെ ഇങ്ങനെ നോക്കി. കാരണം അത്രയ്ക്ക് ആരോഗ്യമല്ലേ, എല്ലൊക്കെ അല്ലേ. ആ ചങ്ങാതിമാര് 2 പേരും അങ്ങോട്ട് പോയിട്ട് പടച്ചവൻ അവരുടെ ഉമ്മാനെ മുത്തിക്കുന്ന ഒരു രംഗം. അള്ളാഹുവേ, ഉമ്മായും വല്ലാതെ സ്നേഹിക്കുന്ന മക്കള് തൻ്റെ ഉമ്മാനെ ഇങ്ങനെ ചുംബിക്കാനുള്ള അവസരം ഒരുക്കി കൊടുത്തു. അവസാനം അവർ 2 പേരും മുത്തി, ഉമ്മയും മുത്തി. അപ്പൊ ഞാനിങ്ങനെ നിൽക്കുന്നു. എന്നോട് ചോദിച്ചു, നിനക്ക് വേണോ? എന്താപ്പാ ചോദ്യം? എനിക്ക് അവസരം കിട്ടി. അൽഹംദുലില്ലാഹ്. അള്ളാഹു നമ്മുടെ പാവങ്ങളൊക്കെ പടച്ചവൻ പുറത്തു തരുമാറാകട്ടെ. ആ ഹജറുൽ അസ്വദ് ചുംബിക്കാൻ അള്ളാഹു എനിക്ക് നിങ്ങൾക്കും ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഈ കൈപൊക്കിയവർക്ക് അള്ളാഹു തരുന്ന പ്രതിഫലം നിങ്ങൾ വെറുതെയാണെന്ന് കരുതിയോ? അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ പരിശുദ്ധമായ ശഅബാൻ മാസത്തിന്റെ വില നിനക്കറിയാത്തത് കൊണ്ടാ ചെറുപ്പക്കാരാ. മോനെ, നിനക്ക് ഈ മാസത്തിന്റെ വില, നിനക്ക് റമദാൻ മാസത്തിന്റെ മഹത്വമല്ലേ അറിയൂ? എങ്കിൽ ഈ ശഅബാൻ എന്ന് പറയുന്ന ഈ മാസത്തിനൊരു മഹത്വമുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ശഅബാൻ ഹുവൽ മുകഫിറൂ. മോനെ, അള്ളാഹുവിന്റെ റസൂല് പറയുകയാ, ഈ മാസം പാപം പൊറുക്കുന്ന മാസമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മോനെ, ഈ മാസത്തിനൊരു പ്രത്യേകതയുണ്ടടാ. റമളാൻ മാസത്തിൽ മാത്രമല്ല പാപം പൊറുക്കുന്നത്. റമളാൻ മാസത്തിൽ മാത്രമല്ല പാപം പൊറുക്കുന്നത്. മോനെ, ശഅബാന്റെ മാസമുണ്ടല്ലോ, മുത്തുനബിയുടെ മാസമല്ലേ. ഈ മുത്തുനബിയുടെ കയ്യിൽ പിടിച്ചല്ലേ നിനക്ക് സ്വർഗത്തിൽ പോകേണ്ടത്. ഈ മുത്തുനബിയുടെ ശഫാഅത്തല്ലേ നീ കൊതിക്കുന്നത്. ഈ മുത്തുനബിയുടെ കയ്യിൽ നിന്നല്ലേ ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കേണ്ടത്.
എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ചെറുപ്പക്കാരോട്, എന്റെ പെങ്ങന്മാരോട്, എന്റെ വാപ്പമാരോട്, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, നിനക്ക് ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ പാപങ്ങളുണ്ടല്ലോ. അല്ലാഹുവേ, ഞാൻ ചെയ്ത പാപം, നിങ്ങൾ ചെയ്ത പാപം, ഞങ്ങൾ രഹസ്യവും പരിസവും അറിഞ്ഞും അറിയാതെയും ഒറ്റയ്ക്കും കൂട്ടായും പടച്ചവനെ ധിക്കാരത്തോടെ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ കണക്കറിയുമോ? അല്ലാഹുവേ, ഈ പ്രായത്തിൽ ചെയ്യാൻ പറ്റുന്നതിനേക്കാളും ഒരുപാട് ചെയ്തില്ലേടാ ചെറുപ്പക്കാരാ. ഈ സദസ്സിലിരിക്കുന്ന 60 വയസ്സുള്ള വാപ്പ ചെയ്യാത്ത പാപം നിന്റെ 25 വയസ്സിന്റെ ഇടയിൽ ചെയ്തില്ലേടാ ചെറുപ്പക്കാരാ. 20 വയസ്സിന്റെ ഇടയിൽ ചെയ്തില്ലേടാ ചെറുപ്പക്കാരാ. നിന്റെ പ്രായം ചെന്ന നിന്റെ ഉമ്മ ചെയ്യാത്ത പാപം, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, 50 വയസ്സുള്ള നിന്റെ ഉമ്മ ചെയ്യാത്ത പാപം 18ാമത്തെ വയസ്സിൽ ചെയ്തു പോയ പെങ്ങള് എവിടെ കൊണ്ടാ കഴുകിക്കളയുന്നത്? ഏത് കഅബാലയത്തിന്റെ കില്ല പിടിക്കാരാ? അതുകൊണ്ട് ജീവിതത്തിൽ പാപങ്ങളുടെ കൂമ്പാരവുമായി നടക്കുന്നവരോട്, പാപങ്ങളുടെ കൂമ്പാരവുമായി നടക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് ഒന്ന് കഴുകിക്കളയണ്ടേ, ഒന്ന് കഴുകിക്കളയണ്ടേ ചെറുപ്പക്കാരാ. ഈ പരിശുദ്ധമായ ശഅബാൻ മാസമുണ്ടല്ലോ, ഈ മാസത്തിൽ പടച്ചറപ്പിന്റെ മുന്നിൽ തന്റെ ഇരുകരങ്ങളും ഉയർത്തിയിട്ട് ഏതെങ്കിലും ഒരു പാതിരാത്രി അല്ലാഹുവിന്റെ ദർബാറിലേക്ക് നിന്റെ കൈകൾ ഉയർത്തിയിട്ടൊന്ന് കരയാൻ കഴിയോ? ഓരോന്നായി ഏറ്റു പറയടാ. ചെയ്തു പോയ ഓരോ പാപവും അല്ലാഹുവിന്റെ മുന്നിൽ വ്യഭിചരിച്ചെങ്കിൽ നീ പറയണം, അല്ലാ ഞാൻ വ്യഭിചരിച്ച തമ്പുരാന്. കള്ളു കുടിച്ചെങ്കിൽ പറയണം, ഞാൻ കള്ളു കുടിച്ച് പടച്ചവര്. പലിശ തിന്നെങ്കിൽ പറയണം, ഞാൻ പലിശ തിന്ന് പടച്ചവര്. നമസ്കാരം കളഞ്ഞെങ്കിൽ പറയണമല്ലാ. പള്ളിക്കകത്ത് നമസ്കാരം നടക്കുമ്പോ പള്ളിയുടെ മുന്നിലൂടെ നടന്നു പോയിട്ട് പോലും ഞാൻ പള്ളിക്കകത്ത് കേറാത്തവനാ അല്ലാ. ഓരോന്നും എണ്ണി പറയണം ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, 18 കൊല്ലം പൂറ്റി വളർത്തിയ മാതാപിതാക്കള്, ഒരുപാട് പ്രതീക്ഷയും ഒരുപാട് സ്വപ്നങ്ങളും. ആര് തെറ്റ് ചെയ്താലും എന്റെ പൊന്നുമകള് തെറ്റ് ചെയ്യില്ല എന്ന വിശ്വാസത്തോടുകൂടി ഇത്രയും കാലം നിന്നെ പൂറ്റി വളർത്തിയ ഉമ്മാരെയും ബാപ്പാരെയും വഞ്ചിച്ച പെൺമക്കള്, വഞ്ചിച്ച ചെറുപ്പക്കാരാ, മാതാവിന്റെയും പിതാവിന്റെയും പ്രതീക്ഷ മുഴുവനും തകർത്ത് തരിപ്പണമാക്കിയവരാ. എന്നെ അല്ലാഹുവോട് പറയടാ, വീട്ടിൽ പടച്ചവനെ ഒരു സാലികത്തായ പെണ്ണിനെ മഹർ കൊടുത്ത് വിവാഹം കഴിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അല്ലാഹു ഹലാലാക്കി ഒരു പെണ്ണിനെ തന്നപ്പോ അവളെ കളഞ്ഞിട്ട് കണ്ടവളുടെ കൂടെ ഇറങ്ങിപ്പോയ ചെറുപ്പക്കാരാ, ഒരല്പനേരത്തെ സുഖത്തിന് വേണ്ടി വീടിന്റെ അകത്ത് നിനക്ക് വേണ്ടി ഓരോ വക്കത്തും നിസ്കരിച്ചിട്ട് കരഞ്ഞ് കരഞ്ഞ് എന്റെ ഭർത്താവിനെ കാക്കണയല്ല, എന്റെ ഭർത്താവിനെ കാക്കണയല്ല എന്ന് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുന്ന നിന്റെ ഭാര്യ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ ഈ ശഅബാനിന്റെ രാത്രി റബ്ബിനോട് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഗൾഫ് നാടുകളിൽ കിടന്ന് കഷ്ടപ്പെടുന്ന അറബികളുടെ അടിമയെ പോലെ പടച്ചവനെ കഠിനമായ ചൂടത്ത് കുപ്പൂസും വെള്ളവും കടിച്ചുകൊണ്ട് അവിടെ കിടന്ന് കഷ്ടപ്പെടുന്ന നിന്റെ ഭർത്താവ്, പടച്ചവനെ രാവിലെ വീട്ടിൽ നിന്ന് ജോലിക്ക് വേണ്ടി രക്തം വിയർപ്പാക്കാ പോകുന്ന നിന്റെ ഭർത്താവ്, ആ ഭർത്താവിനെ വഞ്ചിച്ച ഏതെങ്കിലും പെണ്ണുണ്ടോ? ശഅബാനിന്റെ രാത്രിയാ, മുത്തുനബിയുടെ മാസവാ. പടച്ച റബ്ബിന്റെ മുന്നിൽ കരയണമെങ്കിൽ കരഞ്ഞോ, തൗബ ചെയ്യണമെങ്കിൽ തൗബ ചെയ്തോ. പാപങ്ങൾ പുറക്കുന്ന മാസവാ. ഒരു പേടിയും വേണ്ട, ഒരു ലജ്ജയും വേണ്ട, നാണമില്ലാതെ റബ്ബിന്റെ മുന്നിലേറ്റു പറഞ്ഞു. കാരണം അള്ളയാരെന്നറിയോ, അള്ളയാരെന്നറിയോ? യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. എടാ, ഒന്നാൻ ആകാശത്തിൽ വന്നിരിക്കുന്നുണ്ട്. എന്തിനാണെന്നറിയുമോ? ആരാ തൗബ ചെയ്യുന്നത്? ആരാ പശ്ചാത്തപിച്ച് മടങ്ങുന്നത്? ആരാ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുന്നത്? അവന്റെ പശ്ചാത്താപം സ്വീകരിക്കാ, അവന്റെ ദുആയിന് ഉത്തരം നൽകാ അല്ലാഹു വന്നിരിക്കുമെന്ന് പ്രവാചകൻ പറയുമ്പോൾ
എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, കള്ളു കുടിച്ചിട്ടുണ്ടോടാ? പേടിക്കണ്ട. വ്യഭിചരിച്ചിട്ടുണ്ടോ? പേടിക്കണ്ട. അല്ലാഹുവേ, എത്ര വലിയ പാപം നീ ചെയ്തവനാണെങ്കിലും എന്തിനാടാ പേടിക്കുന്നത്? നിന്നെ പടച്ച അല്ലാഹുവാണെന്ന് നിനക്കറിയോ? നിന്നെ പടച്ച റബ്ബാരാണെന്നറിയോ? എടാ, 100 കൊല ചെയ്തവന് പുറത്തു കൊടുത്തവരാ.